എല്ലാവരുടെയും ബ്രോഷർ വർണ്ണ ശബളങ്ങളായിരിക്കും. എല്ലായിടത്തും പ്ലേസ്മെൻറ്റ്സ്, എല്ലായിടത്തും മികച്ച ശമ്പളങ്ങൾ, മികച്ച തൊഴിലവസരങ്ങൾ. കമ്പ്യൂട്ടർ സയൻസിന് പേര് കേട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിൽ അവിടുത്തെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകൾ അത്ര നന്നായിരിക്കണമെന്നില്ല. ലക്ഷക്കണക്കിന് കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണത്. അതെന്താണെന്നല്ലേ, +2 കഴിഞ്ഞ് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയം. അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ഡിസിഷൻസ്. ഈ ഒരു റോങ് കോളേജ് സെലക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് പൈസ മാത്രമല്ല, വിലപ്പെട്ട 3-4 വർഷങ്ങൾ, നിങ്ങൾക്ക് കിട്ടാവുന്ന കരിയർ മൊമെൻറ്റം, നിങ്ങൾക്ക് കിട്ടാവുന്ന കോൺഫിഡൻസ്, ഓവറോൾ നിങ്ങളുടെ ലൈഫും. പലപ്പോഴും ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ റോങ് കോളേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1, ഗോയിങ് വിത്ത് ദ റെപ്യൂട്ടേഷൻ ഓർ ദ ബ്രാൻഡ്. കോളേജുകൾ, ചില കോളേജ് വളരെ റെപ്യൂട്ടഡ് കോളേജസ് ആണ്, വളരെ ഹൈ ബ്രാൻഡ്സ് ആണ്, സമ്മതിച്ചു. പക്ഷേ ആ റെപ്യൂട്ടേഷൻ എന്തിലാണ്? ആ കോളേജിന് മൊത്തത്തിലല്ല, അവരുടെ ചില ബ്രാഞ്ചുകളിലോ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലോ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ സയൻസിന് പേര് കേട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിൽ അവിടുത്തെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകൾ അത്ര നന്നായിരിക്കണമെന്നില്ല. പലപ്പോഴും ഈ പേരിന് പുറത്ത് നമ്മൾ പോയി ചാടുമ്പോൾ നമ്മൾ പോയി ചേരുന്ന കോഴ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പോയിന്റ് നമ്പർ 2, എല്ലാവരുടെയും ബ്രോഷർ വർണ്ണ ശബളങ്ങളായിരിക്കും. എല്ലായിടത്തും പ്ലേസ്മെൻറ്റ്സ്, എല്ലായിടത്തും മികച്ച ശമ്പളങ്ങൾ, മികച്ച തൊഴിലവസരങ്ങൾ. ഇതില്ലാത്ത ഒരു ബ്രോഷർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാമോ? ഇതിന് പിന്നിലുള്ള സത്യങ്ങളെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അവിടുന്ന് പാസ് ഔട്ടായ കുട്ടികളോട് ഈ ജോലി കിട്ടി എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാളോടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും ഈ ബ്രോഷറുകളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും സാലറിയുടെ കാര്യത്തിലും അന്ധമായിട്ട് വിശ്വസിച്ച് ചാടുന്നത് പലപ്പോഴും റോങ് കോളേജുകളിലായിരിക്കും. 3, പിയർ പ്രഷർ. നമ്മുടെ കൂട്ടുകാർ പോകുന്ന കോളേജിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ചിലപ്പോൾ ആദ്യം പോകുന്ന 1-2 പേര് ഇത് അറിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ബാക്കിയുള്ളവർ അവരുടെ കൂടെ പോയി ചാടുന്നതും ചേരുന്നതും അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്കറിയാത്ത, അവർക്ക് യോജിക്കാത്ത കോളേജുകളിലായിരിക്കും. പിന്നീട് പുറത്തു വരാനും ഒരുപാട് പാടുപെടും. 4, 60 മുതൽ 70% കുട്ടികളും ഇവർ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജ് അഡ്മിഷന് മുമ്പ് ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല എന്നാണ് എനിക്കിതറിയാവുന്നത്. നിങ്ങൾ 4 വർഷം സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ കോളേജ് നിങ്ങൾക്കൊന്ന് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അലുമിനി ഇൻട്രാക്ഷൻ, ഫാക്കൽറ്റി, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് വളരെ അന്ധമായിട്ട് നിങ്ങൾ എടുക്കുമല്ലേ? എല്ലാത്തിനും കൂടെ ഞാനൊരു കാര്യം കൂടെ പറയാം. പലപ്പോഴും മലയാളി കുട്ടികൾ കേരളത്തിനോട് പുറത്തോട്ട് ചെല്ലുമ്പോൾ ചാടി കൊടുക്കുന്നത് അഡ്മിഷൻ ഏജൻറ്റുമാരുടെ കയ്യിലാണ്. അവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങളിലും അവർ പറയുന്ന വാഗ്ധോരണികളിൽ വീണു പോകാതെ എത്രയോ ഡേറ്റ NIRF റാങ്കിങ് ഉണ്ട്, എത്രയോ ഡേറ്റ ഓൺലൈനിൽ അവൈലബിൾ ഉണ്ട്, നമുക്ക് എത്രയോ മാർഗങ്ങളുണ്ട് ഈ കോളേജിനെ പറ്റി അന്വേഷിക്കാൻ. ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് റൈറ്റാണെന്ന് തോന്നുന്ന കോളേജും റൈറ്റാണെന്ന് തോന്നുന്ന കോഴ്സും മാത്രം സെലക്ട് ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്തൊരു സഹായമാണ് ഈ കാര്യത്തിൽ വേണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. ഞങ്ങൾ അഡ്മിഷൻ ഏജൻറ്റുമാരേ അല്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥ കോളേജും യഥാർത്ഥ കോഴ്സും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും.